ഓക്കെ ആദ്യത്തെ ഫസ്റ്റ് റാങ്ക് നേടിയിട്ടുള്ള 10ഓളം സ്റ്റുഡൻസും മോക്ക് ടെസ്റ്റും കണ്ടക്ട് ചെയ്യുന്നുണ്ട്. ഒരുപാട് നമുക്ക് നോളജ് കിട്ടുക, അതുപോലെ തന്നെ ഫാക്കൽറ്റിയുടെ സപ്പോർട്ടും ഇന്ററാക്ഷൻ സെക്ഷൻസുമാണ്. ഓക്കെ, ഫാക്കൽറ്റീസ് എല്ലാവരും നിങ്ങളുടെ കൂടെ തന്നെ കാണും. ഹായ് ഓൾ, വെൽക്കം ടു എജൂസ് ഇന്റർനാഷണൽ അക്കാഡമി. മൈസെൽഫ് ആരതി, നഴ്സിംഗ് ഫാക്കൽറ്റി, എജൂസ് അക്കാഡമി. അപ്പോൾ ഞാൻ ഇന്ന് ഇവിടെ വന്നേക്കുന്നത് നിങ്ങൾക്കൊരു സന്തോഷ വാർത്തയുമായാണ് വന്നേക്കുന്നത്. കഴിഞ്ഞ് PSC കണ്ടക്ട് ചെയ്ത എക്സാംസ് ആയിരുന്നു JPHN എക്സാം ആൻഡ് നമ്മുടെ ഈ ഒരു DME സ്റ്റാഫ് നേഴ്സ് എക്സാമും കണ്ടക്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. ആ ഒരു എക്സാം രണ്ടും കണ്ടക്ട് ചെയ്തതിന് ശേഷം നമുക്ക് റിസൾട്ട്സ് ഓൾറെഡി കുറേ JPHN റിസൾട്ട്സ് വന്നായിരുന്നു. സോ അതിലെ റാങ്ക് ലിസ്റ്റ് നമ്മൾ നോക്കുകയാണെങ്കിൽ ആദ്യത്തെ 10ഓളം ആദ്യത്തെ ഫസ്റ്റ് റാങ്ക് നേടിയിട്ടുള്ള 10ഓളം സ്റ്റുഡൻസും അതുപോലെ ബാക്കിയുള്ള റാങ്ക്സ് നേടിയിട്ടുള്ള 300ഓളം സ്റ്റുഡൻസും പഠിച്ചത് എജൂസ് അക്കാഡമിയിൽ നിന്ന് തന്നെയായിരുന്നു. സോ ആ ഒരു ടൈമിലും നമ്മൾ കണ്ടക്ട് ചെയ്തതായിരുന്നു മാരത്തോൺ ബാച്ച് കണ്ടക്ട് ചെയ്തായിരുന്നു അല്ലെ. അപ്പോൾ അതിലൂടെ ഒരുപാട് സ്റ്റുഡൻസ് നല്ലൊരു പോസിറ്റീവ് ആയിട്ടുള്ള റെസ്പോൺസ് ആണ് തന്നിട്ടുള്ളത്. അതേപോലെ തന്നെ ഒരുപാട് സ്റ്റുഡൻസിന്റെ റിക്വസ്റ്റ് അനുസരിച്ച് നമ്മൾ നെക്സ്റ്റ് വരാൻ പോകുന്ന നമ്മുടെ PSC എക്സാം ആണ് ഹോമിയോപ്പതി നേഴ്സ് എക്സാം. ഓക്കെ, സോ ആ ഒരു എക്സാം വരുന്നത് നവംബർ 20th കാര്യം എല്ലാവരും അറിഞ്ഞു കാണും. ഓക്കെ, എല്ലാവരും പഠിച്ചും സ്റ്റാർട്ട് ചെയ്ത് കാണും അല്ലെ. അപ്പോൾ എല്ലാവരുടെയും റിക്വസ്റ്റ് പ്രകാരം നമ്മൾ വീണ്ടും ഹോമിയോ നേഴ്സ് മാരത്തോൺ ബാച്ച് സ്റ്റാർട്ട് ചെയ്യാൻ പോവുകയാണ്. സോ എല്ലാവർക്കും ഒരു സന്തോഷ വാർത്തയാണ്. സോ എജൂസ് അക്കാഡമിയിൽ നിങ്ങൾക്ക് പഠിക്കാം, അതുപോലെ തന്നെ നിങ്ങൾക്ക് ഒരു ഫാക്കൽറ്റിയുടെ സപ്പോർട്ട് മാരത്തോൺ റിവിഷനിലൂടെ ഒരുപാട് നമുക്ക് നോളജ് കിട്ടുക, അതുപോലെ തന്നെ ഫാക്കൽറ്റിയുടെ സപ്പോർട്ടും ഇന്ററാക്ഷൻ സെക്ഷൻസുമാണ് ഇതുവഴി നമ്മൾ കണ്ടക്ട് ചെയ്യാൻ വേണ്ടി ഉദ്ദേശിക്കുന്നത്. ഓക്കെ, സോ നമ്മുടെ ഈ ഒരു മാരത്തോൺ റിവിഷനിൽ നിങ്ങൾക്ക് മാരത്തോൺ റിവിഷനും അതുപോലെ നിങ്ങൾക്ക് അതിനോടൊപ്പം റാങ്ക് ബൂസ്റ്റും ലഭിക്കുന്നതായിരിക്കും കേട്ടോ. റാങ്ക് ബൂസ്റ്റും നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും. സോ നമ്മൾ എന്നാണ് മാരത്തോൺ ബാച്ച് സ്റ്റാർട്ട് ചെയ്യാൻ പോകുന്നത്? ഒരുപാട് സ്റ്റുഡൻസ് വിളിച്ചുകൊണ്ടിരിക്കുവാണ്, എന്നാണ് മാം ഇവിടെ എന്നാണ് നമ്മൾ ഇവിടെ മാരത്തോൺ ബാച്ച് സ്റ്റാർട്ട് ചെയ്യാൻ പോകുന്നത്? യെസ്, നമ്മുടെ ഡേറ്റ് ഫിക്സ് ആയിട്ടുണ്ട്. സോ ദ മാരത്തോൺ ബാച്ച് റിവിഷൻ വിൽ ബി സ്റ്റാർട്ടഡ് ഓൺ November 10th. ഓക്കെ, അതായത് ഈ വരുന്ന മൺഡേ ആയിരിക്കും നമുക്ക് റിവിഷൻ സ്റ്റാർട്ട് ചെയ്യുക. November 10th മുതൽ November 17th വരെയാണ് നമ്മുടെ റിവിഷന്റെ ഡേറ്റ് വരുന്നത്. സോ ദ ഡ്യൂറേഷൻ, നമ്മുടെ ടൈമിംഗ് വരുന്നത് 8 to 10 hours ആണ് കേട്ടോ. ഡെയിലി 8 to 10 hours ആണ് നമ്മുടെ ഈ ഒരു മാരത്തോണിന്റെ റിവിഷന്റെ ഡ്യൂറേഷൻ വരുന്നത് കേട്ടോ. ഓക്കെ, സോ അതുപോലെ അത് മാത്രമല്ല, മാരത്തോൺ റിവിഷൻ കഴിഞ്ഞതിന് ശേഷവും നിങ്ങൾക്ക് നമ്മൾ ഇവിടെ എജൂസ് അക്കാഡമി തന്നെയാണ് നിങ്ങൾക്ക് ഒരു മോക്ക് ടെസ്റ്റും കണ്ടക്ട് ചെയ്യുന്നുണ്ട്. സോ ആ ഒരു മോക്ക് ടെസ്റ്റ് കണ്ടക്ട് ചെയ്യുന്നത് 17th 17th മുതൽ 18th വരെ. 17th രാവിലെ 10 AM മുതൽ രാവിലെ 10 മണി മുതൽ വൈകുന്നേരം, അതായത് 18th പിറ്റേ ദിവസം 18th November 5 PM വരെയാണ് മോക്ക് ടെസ്റ്റിന്റെ കണ്ടക്ട് ചെയ്യുന്നത്. സോ ആഫ്റ്റർ ദ മോക്ക് ടെസ്റ്റ് നിങ്ങൾക്ക് അന്ന് വൈകുന്നേരം 8 മണിക്ക് മോക്ക് ടെസ്റ്റിന്റെ ഒരു ഡിസ്കഷനും കണ്ടക്ട് ചെയ്യുന്നതായിരിക്കും. സോ ആ ഒരു ഡിസ്കഷൻ യൂട്യൂബ് ആയിരിക്കും നിങ്ങൾക്ക് കിട്ടുക. യൂട്യൂബ് വഴി നിങ്ങൾക്ക് ആ ഒരു മോക്ക് ടെസ്റ്റിന്റെ ഡിസ്കഷനും നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും. ഓക്കെ, ആഫ്റ്റർ ദാറ്റ് ലാസ്റ്റ് ഡേ ഓഫ് ദി എക്സാം. ഓക്കെ, ലാസ്റ്റ് ഡേ അതായത് 19th തീയതി. ഓക്കെ, 19 November 19th നിങ്ങൾക്ക് ഒരു ടിപ്സ് ആൻഡ് ട്രിക്സ് എന്ന് പറഞ്ഞിട്ട് ഒരു സെഷൻ നമ്മൾ കണ്ടക്ട് ചെയ്യുന്നുണ്ട്. സോ അത് നൈറ്റ് 8 o'clock ആയിരിക്കും നിങ്ങൾക്ക് ആ ഒരു സെഷൻ കിട്ടുക. സോ ആ ഒരു സെഷൻ വഴി നിങ്ങൾക്ക് നെക്സ്റ്റ് എക്സാമിന് ആ ഒരു എക്സാമിന് പിറ്റേ ദിവസമുള്ള എക്സാമിന് വരാൻ ചാൻസ് ഉള്ള കുറച്ച് പോർഷൻസും അതുപോലെ ആ ഒരു പോർഷൻസ് എങ്ങനെ റിമെമ്പർ ചെയ്തിരിക്കാം ആ ഒരു കാര്യങ്ങളുമായിരിക്കും നമ്മൾ ആ ഒരു സെഷനിലൂടെ നിങ്ങൾക്ക് പറഞ്ഞു തരുന്നത്. സോ എല്ലാവരും ഈ ഒരു സെഷൻ നിങ്ങൾ അറ്റൻഡ് ചെയ്യുക. ഓക്കെ, അപ്പം അതുപോലെ തന്നെ ഈ മാരത്തോൺ ബാച്ചിന്റെ അഡ്മിഷൻ നമ്മൾ ഓൾറെഡി സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. സോ നിങ്ങൾക്ക് ഈ ഒരു നമ്പർ കോൺടാക്ട് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് മാരത്തോൺ ബാച്ചിന് അഡ്മിഷൻ എടുക്കാൻ വേണ്ടി സാധിക്കും. സോ എല്ലാവരും ഇനി ഒന്നും നമുക്ക് ഒട്ടും വേസ്റ്റ് ചെയ്യാൻ വേണ്ടി ടൈമില്ല, ഇനി ആലോചിച്ചിരിക്കാനൊന്നും നമുക്ക് ടൈമില്ല. ഇനി ഇവരിൽ എണ്ണാവുന്ന ദിവസങ്ങൾ മാത്രമേ നമ്മുടെ മുന്നിലുള്ളൂ. അപ്പോൾ എല്ലാവരും ഇന്ന് തന്നെ ജോയിൻ ചെയ്യുക. അതുപോലെ മാരത്തോൺ ബാച്ചില് നമ്മളോടൊപ്പം എന്ത് ചെയ്യുക, നിങ്ങളും ഓടുക കേട്ടോ. ഓക്കെ, ഫാക്കൽറ്റീസ് എല്ലാവരും നിങ്ങളുടെ കൂടെ തന്നെ കാണും. നിങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള ഒരു സപ്പോർട്ടും അതുപോലെ നിങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള ഒരു നോളജും എല്ലാം പകർന്നു തരാൻ നമ്മളുണ്ട്. ഓക്കെ, സോ അതുപോലെ തന്നെ നിങ്ങളുടേതായിട്ടുള്ള ഒരു സ്കെഡ്യൂൾ നിങ്ങൾ ഉണ്ടാക്കുക. നമ്മൾ ഓൾറെഡി ഒരു സ്കെഡ്യൂൾ പ്രിപ്പയർ ചെയ്യുന്നുണ്ട്. സോ നിങ്ങളുടേതായിട്ടുള്ള ഒരു ടൈമിംഗ് നിങ്ങളും സെറ്റ് ചെയ്യുക.
പഠിക്കാൻ വേണ്ടി ടൈം മാറ്റി വെക്കുക കേട്ടോ. ഓക്കെ, സോ ഇനി ഈ വരുന്ന ഇത്രയും ദിവസത്തിൽ നമുക്ക് ഷോർട്ട് പീരീഡിൽ നിങ്ങൾ എന്ത് ചെയ്യുക, നമുക്ക് ആ ഒരു ലക്ഷ്യത്തിലേക്ക് നമുക്ക് എത്തണം. ഓക്കെ, നമ്മൾ കുറച്ച് ദിവസം കൂടെ ഇനി കഷ്ടപ്പെട്ടാൽ മതിയല്ലേ. നമുക്ക് കുറച്ച് ദിവസങ്ങളും കൂടെ നിങ്ങൾ നല്ല രീതിയിൽ കഷ്ടപ്പെടുക. ഉറപ്പായിട്ടും നിങ്ങൾ കഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടും അതിനൊരു റിസൾട്ട് നിങ്ങൾക്ക് ഉണ്ടാവുന്നതായിരിക്കും കേട്ടോ. ഓക്കെ, അപ്പോ നിങ്ങൾ ഈ ഒരു അഡ്മിഷന് വേണ്ടിയിട്ട്, മാരത്തോൺ ബാച്ച് അഡ്മിഷന് വേണ്ടിയിട്ട് നിങ്ങൾക്ക് നമ്മുടെ ഓഫീസുമായിട്ട് നിങ്ങൾക്ക് കോണ്ടാക്ട് ചെയ്യാവുന്നതാണ്. ഓക്കെ, സോ ആ ഒരു സന്തോഷ വാർത്ത പറയാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഇന്ന് വന്നത്. ഓക്കെ, അപ്പൊ എല്ലാവർക്കും ഇത് യൂസ്ഫുൾ ആവട്ടെ. ഓക്കെ, അപ്പോൾ എത്രയും പെട്ടെന്ന് തന്നെ നിങ്ങൾ എന്ത് ചെയ്യുക, പഠിച്ച് സ്റ്റാർട്ട് ചെയ്യുക കേട്ടോ. ഇനി നമുക്ക് ചിന്തിക്കാനൊന്നും ടൈം ഇല്ല, പഠിച്ച് സ്റ്റാർട്ട് ചെയ്യുക. എജ്യൂസ് ഇന്റർനാഷണൽ അക്കാഡമി നിങ്ങളുടെ കൂടെ തന്നെ ഉണ്ട്. ഓക്കെ, സോ എല്ലാവരും ഇന്ന് തന്നെ ജോയിൻ ചെയ്യുക. ആൻഡ് നമുക്ക് എന്തായാലും മാരത്തോൺ റിവിഷനിൽ നമുക്ക് എല്ലാവർക്കും കാണാം. സോ അതുവരെ എല്ലാവർക്കും താങ്ക് യു ആൻഡ് ഗുഡ് ബൈ ഫ്രം എജ്യൂസ് ഇന്റർനാഷണൽ അക്കാഡമി. താങ്ക് യു ഓൾ.